Welcome to CSC Kuruvattur. Tech Tips Today. Smart solutions for a digital future. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേരളത്തിൽ നല്ലൊരു ജോലി നോക്കിയിരിക്കുവാണോ? എങ്കിൽ ഇതൊരു സുവർണാവസരമാണ്. നമ്മുടെയെല്ലാം സ്വന്തം ബ്രാൻഡായ മിൽമ 338 ഒഴിവുകളുമായി ഒരു വലിയ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അവസരത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നറിയാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ എന്താണ് ഈ അവസരമെന്ന് നോക്കാം. പിന്നെ ഏതൊക്കെ തസ്തികകളാണുള്ളത്, നിങ്ങൾക്കിതിനു വേണ്ട യോഗ്യതയുണ്ടോ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്, പിന്നെ ഏറ്റവും പ്രധാനമായി എങ്ങനെ അപേക്ഷിക്കാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. മിൽമയുടെ ഈ മെഗാ റിക്രൂട്ട്മെന്റ്, എന്താണ് ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ മാജിക് നമ്പർ 338. അത്രയും ഒഴിവുകളാണ് മൊത്തത്തിലുള്ളത്. ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഒരു വലിയ അവസരം തന്നെയാണ് മുന്നിലുള്ളത്. ഈ ഒഴിവുകൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രധാനമായും 2 മേഖലകളിലാണ്. ഒന്ന് തിരുവനന്തപുരം, അവിടെയാണ് ഏറ്റവും കൂടുതൽ 198 ഒഴിവുകൾ. പിന്നെ മലബാർ മേഖലയിൽ 140 ഒഴിവുകളുമുണ്ട്. ഇനി ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഈ അവസരങ്ങളെന്ന് നോക്കിയാലോ? ഏകദേശം 24 തരം പോസ്റ്റുകളാണുള്ളത്. അതുകൊണ്ട് പലർക്കും അവസരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് പ്രധാനമായും 3 തിരിക്കാം. ഒന്ന്, ഓഫീസർ കാറ്റഗറി. അതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, മാർക്കറ്റിംഗ് ഓഫീസറൊക്കെ വരും. പിന്നെ നോൺ ഓഫീസർ വിഭാഗം, ജൂനിയർ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ പോലുള്ള ജോലികൾ. അവസാനം പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി. കണ്ടില്ലേ, പലതരം യോഗ്യതയുള്ളവർക്ക് അവസരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഏത് പോസ്റ്റിലേക്കാണെന്നറിയാമോ? പ്ലാന്റ് അസിസ്റ്റന്റ്. 140 ഒഴിവുകളാണ് അതിന് മാത്രമുള്ളത്. അപ്പോൾ അവസരങ്ങളുടെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഓക്കെ, ഒഴിവുകളെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാൻ പറ്റുമോ? യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റെഡിയല്ലേ? പൊതുവായ പ്രായപരിധി വരുന്നത് 18നും 40നും ഇടയിലാണ്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത, അത് ഓരോ പോസ്റ്റും അനുസരിച്ച് മാറും. ഉദാഹരണത്തിന് ഒരു ടെക്നീഷ്യൻ പോസ്റ്റിന് ചിലപ്പോൾ ITI മതിയാകും. പക്ഷേ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലെയുള്ളതിന് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് വിശദമായി വായിച്ചു നോക്കണം. അത് വളരെ പ്രധാനമാണ്. പ്രായത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഇളവുകളുണ്ട്. പിന്നോക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷം വരെ ഇളവ് കിട്ടും. ഇനി നിങ്ങൾ SC/ST വിഭാഗത്തിലാണെങ്കിൽ 5 വർഷം വരെയാണ് ഇളവ്. ഇനി വേറൊരു സ്പെഷ്യൽ കാര്യം കൂടിയുണ്ട്. മിൽമയുടെ കീഴിലുള്ള പാൽ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് ഒരു 3 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെ അപേക്ഷിക്കാം. അതൊരു വലിയ ആനുകൂല്യമാണ്. ശരി, നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് കരുതുക. അപ്പോൾ അടുത്തതെന്താ? എങ്ങനെയാണ് അവർ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? ആ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഒറ്റഘട്ടമല്ല, പല ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യം ഒരു എഴുത്തു പരീക്ഷയുണ്ടാകും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചിലപ്പോൾ സ്കിൽ ടെസ്റ്റ്, അതായത് പ്രായോഗിക പരീക്ഷ, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അവസാനം ഒരു ഇന്റർവ്യൂ. ഇങ്ങനെ പല കടമ്പകൾ കടക്കണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പോസ്റ്റിനും ഈ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും ഉണ്ടാവണമെന്നില്ല. ചില തസ്തികകൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ആ ഔദ്യോഗിക വിജ്ഞാപനം നോക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. മിൽമയുടെ ക്ഷീരകർഷക സംഘങ്ങളിലെ അംഗങ്ങൾക്കോ അവരുടെ മക്കൾക്കോ എഴുത്തു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ കൂടെ ഒരു 10% കൂടി അധികം വെയിറ്റേജ് കിട്ടും. അതൊരു നല്ല ആനുകൂല്യം തന്നെയല്ലേ? അപ്പോൾ എന്താണ് അവസരം? ആർക്കൊക്കെ അപേക്ഷിക്കാം? എങ്ങനെ തിരഞ്ഞെടുക്കും എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം നമുക്ക് നോക്കാം. അപേക്ഷിക്കുന്നതിന് ഒരു ഫീസുണ്ട്. അത് ഓരോ കാറ്റഗറിക്കും വ്യത്യാസമുണ്ട്. ഓഫീസർ പോസ്റ്റുകൾക്ക് ജനറൽ വിഭാഗത്തിന് 1000 രൂപയും നോൺ ഓഫീസർ പോസ്റ്റുകൾക്ക് 700 രൂപയും മറ്റ് തസ്തികകൾക്ക് 500 രൂപയുമാണ് ഫീസ്. SC/ST വിഭാഗക്കാർക്ക് ഇതിന്റെ പകുതി അടച്ചാൽ മതി. ഒരു കാര്യം ഓർക്കുക, അപേക്ഷ അയക്കുന്നത് തപാലിലോ നേരിട്ടോ അല്ല, പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. മിൽമയുടെ നിങ്ങളുടെ മേഖലയിലുള്ള വെബ്സൈറ്റിൽ കയറി വേണം അപേക്ഷിക്കാൻ. അപേക്ഷിക്കാനുള്ള സമയം എപ്പോഴാണെന്നല്ലേ? നവംബർ 6-ാം തീയതി മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു കാര്യം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ശ്രദ്ധിച്ചോളൂ, നവംബർ 27. ഈ ഡേറ്റ് മറക്കരുത്. അവസാന നിമിഷത്തേക്ക് വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. 338 അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കേരളത്തിന്റെ സ്വന്തം സ്ഥാപനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സുവർണാവസരം.
അപ്പോൾ നിങ്ങളുടെ അടുത്ത കരിയർ സ്റ്റെപ്പ് മിൽമയിലേക്കാണോ? ചിന്തിക്കുക.